സദസ്സിന് നമസ്കാരം. ലോകമെമ്പാടും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചല്ലോ. ലഹരിക്കെതിരായ അവബോധം ഏറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദാരിദ്ര്യവും സമനില തെറ്റിയ ജീവിത രീതികളും സദാചാര വിരുദ്ധങ്ങളായ കുറ്റവാസനകൾക്കും പിന്നിൽ ലഹരിയാണെന്ന് വർത്തമാനകാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകൾ, പാൻ മസാലകൾ എന്നിവയുടെ ഉപയോഗം മനുഷ്യാരോഗ്യത്തിനും സമൂഹത്തിനും വലിയ ഭീഷണിയായി മാറുന്നു. മുതിർന്നവരിലുള്ള ലഹരി ഉപയോഗം കുടുംബങ്ങൾ ശിഥിലമാകുന്നതിന് കാരണമാകുന്നു. ലഹരിമുക്തരായവർ ചില സുഹൃത്തുക്കളുടെ നിർബന്ധത്താൽ വീണ്ടും ലഹരിക്ക് അടിമപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ എത്രയോ നമ്മൾ കേൾക്കുന്നു. എത്ര കുട്ടികളാണ്, കുടുംബാംഗങ്ങളാണ് ഇതുമൂലം വേദനിക്കുന്നത്, വിഷമിക്കുന്നത്. അതിനാൽ ലഹരി നിയന്ത്രിക്കുന്നവരെയും നിർത്തിയവരെയും സ്വതന്ത്രരാക്കി വിടുവാനുള്ള ആർജവമെങ്കിലും നമുക്ക് കാണിച്ചുകൂടെ? ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഈ സാമൂഹിക വിപത്തിനെതിരെ നമ്മൾ ബോധമുള്ളവരായിരിക്കണം. നമ്മുടെ തെരുവോരങ്ങളിലും എന്തിനേറെ ഗ്രാമീണ സൗഹൃദങ്ങളിൽ പോലും ലഹരി വലവിരിച്ചിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരിയെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുരത്തിയോടിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾക്കിടയിലും ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകാൻ മാതാപിതാക്കളും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള പക്വത നമ്മുടെ കുട്ടികളും കാണിച്ചാൽ ഒരു പരിധിവരെ ഈ വിപത്തിനെ അകറ്റി നിർത്താം. ജീവിതത്തിലെ ഏറ്റവും സമർത്ഥമായ കാലമാണ് യുവത്വം. ആവേശത്തോടെ അതിനെ വാരിപ്പുണരുമ്പോൾ നമുക്ക് പരസ്പരം ഓർമ്മപ്പെടുത്താം, ലഹരി അതിന്റെ ഇര ഒരിക്കലും നാം ആവാതിരിക്കട്ടെ. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി. ജീവിതത്തോടുള്ള മത്സരമാകട്ടെ നമ്മുടെ ലഹരി. ഒരു പുതിയ വെളിച്ചത്തിനായി നമുക്ക് ഒരുമിക്കാം. ഇന്നത്തെ ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങാതെ ഈ പ്രതിരോധം നമുക്ക് തുടരാം. ഊർജ്ജസ്വലരായ ഒരു ജനതയുടെ പിറവിക്ക് വേണ്ടി. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.